എല്ലാം പെട്ടെന്നായിരുന്നു. വയനാട് വരെ പോയാലോ എന്നൊരു ചോദ്യവും എന്നാ വിട്ടേക്കാന്നൊരു ഉത്തരവും. ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒരു ഡ്രൈവ് പോയാലോ എന്ന് വിചാരിച്ചത്. എന്നാ പിന്നെ വിട്ടേക്കാന്ന് ഞാനും വിചാരിച്ചു. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറ്റ്യാടിച്ചുരം വഴിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ പ്ലാൻ ചുരത്തിൽ പോയി ഒരു ചായ കുടിക്കാനെന്ന് മാത്രമായിരുന്നു. അങ്ങനെ പോയി എന്നാ പിന്നെ വയനാട് വരെ പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. ചുരം കയറുന്നതിനനുസരിച്ച് വയനാടിന്റെ ആ ഒരു തണുപ്പ് നൈസായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലവിൽപ്പുഴയൊക്കെ എത്തിയപ്പോഴത്തേക്കും നൈസായിട്ട് അവിടെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡ് പണി കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ആണെങ്കിൽ ഈവനിങ് ആയതുകൊണ്ട് വയനാടിന്റെ തണുപ്പ് നൈസായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ തണുപ്പത്തെ ഒരു തണുത്ത ഐസ്ക്രീം എന്ന ഭയങ്കര ഒരു പൊതി. ഒന്നും നോക്കിയില്ല, അടുത്ത സ്പോട്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ല കിഡിലും തണുപ്പത്തും അടിപൊളി മഴയിലും ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കുക. വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കണേ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടത് ബാണാസുര ഡാമിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാണാസുര ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഷട്ടർ അടച്ചിട്ടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ഈവനിങ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് ടോയ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തി കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടോയ്സ് ഒന്നും വാങ്ങാണ്ട് മീൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോരുന്ന വഴിക്ക് കുറ്റ്യാടിച്ചുരത്ത് പക്രന്തള എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റ് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. നല്ല മഴയായതുകൊണ്ട് ഇരിക്കാൻ പറ്റിയില്ല. ആ തണുപ്പത്തെ ചുരത്തിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ കണ്ടിട്ട് ആ ചൂട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എടുത്തു പറയേണ്ടതാണ് ഇവന്മാരുടെ സർവീസ്. അടിപൊളി സർവീസ് ആണ്, അതേപോലെ അടിപൊളി ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ ഓക്കേ.